അതിൻ്റെ അടുത്ത വാക്യമാണ്. അടുത്ത വാചകം കൂടെ വായിക്കാം. അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ. സ്തോത്രം. ഹിസ്കിയ രാജാവിൻ്റെ ചരിത്രം പഠിക്കുന്നത് അതിൻ്റെ വ്യക്തമായ അതിൻ്റെ ചരിത്രങ്ങളെ നമുക്ക് 2 രാജാക്കന്മാർ 18-19 വായിക്കാൻ കഴിയുന്നത്. സ്തോത്രം. എന്നാൽ ഈ ഭാഗത്തൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ വലിയൊരു വെല്ലുവിളി നേരിടുന്നു. പ്രതിസന്ധിയിലാണ് ഒരു ഭക്തൻ ദൈവത്തിൻ്റെ കരത്തിൻ്റെ ചാതുര്യം, കരത്തിൻ്റെ ശക്തി, ബലം മനസ്സിലാക്കുന്നത്. ഒരു കൂട്ടം ജനത്തിനോട് പറയുന്നു, നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണം, ധൈര്യമുണ്ടാകണം. എപ്പോഴാണെന്നറിയാമോ? അതിൻ്റെ ആദ്യ വാക്യങ്ങളോട് വായിച്ചാട്ടെ. അല്ല, തുടക്കം. ആ ആ ആ ആ കണ്ടോ, ഒരു രാജ്യത്തെ നിരോധിച്ചുകൊണ്ട് അതിനെ കൈവശമാക്കാൻ വന്നപ്പോൾ ഒരു കൂട്ടം ജനം ഭ്രമിച്ചപ്പോൾ താൻ പറയാണ്, എന്താ പറഞ്ഞെന്നറിയാമോ? ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കെ. കാരണം നമ്മുടെ കൂടെ മാംസഭുജമല്ല ഉള്ളത്. ഞാൻ നിങ്ങളുടെ അല്പസമയം മാത്രം ദൈവദിനത്തിൽ ശുശ്രൂഷിച്ചതിന് ശേഷം മുമ്പ് പറഞ്ഞ പോലെ കർത്താവിദാസൻ കുര്യൻ പാസ്റ്റർ എൻ്റെ അനിയനാണ്, ഡൽഹിയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ദൈവദിനത്തിൽ ശുശ്രൂഷിക്കും. അപ്പം വ്യത്യസ്തമായ ഒന്ന് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ, ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൊടുക്കാൻ, ഭീതിപ്പെട്ട് ഇനിയും ഞങ്ങൾ പിടിക്കപ്പെടുമോ, നശിച്ചു പോകുമോ, ഇനിയും ഒരു നിവൃത്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഹിസ്കിയ പറയുകയാണ്, ഉറപ്പും ധൈര്യമായിരിക്കെ നമ്മുടെ കൂടെ ഉള്ള കരം മാംസഭുജങ്ങളല്ല. ഇന്ന് പകൽ ഓർക്കണേ. സ്തോത്രം. നമുക്കറിയാം ഈ ഹിസ്കിയാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, താൻ ഭരണമേറ്റപ്പോൾ ആഹാസ് രാജാവ് പിടിച്ചു വച്ചിരുന്ന അഥവാ ആലയത്തിൻ്റെ വാതിലടച്ച് ആലയത്തെ എന്നാൽ തൻ്റെ ഭരണത്തിൽ താൻ എന്ത് ചെയ്യുന്നറിയാമോ? 28-ാം അധ്യായത്തിൽ വരുമ്പം പഠിക്കാൻ കഴിയും. ആലയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. അതിനകത്തുള്ള അശേര പ്രതിഷ്ഠകളെ മാറ്റി. നോക്കിയേ, ഒരുവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ, ദൈവപ്രവൃത്തി തുടക്കത്തിൽ ചെയ്യുമ്പോൾ, നാം ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നമ്മെ നിയോഗിക്കുമ്പോൾ, ദൈവം നമ്മെ വിളിച്ച് ദൈവ ശബ്ദം നമ്മെ കേൾപ്പിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി നാം തുറക്കപ്പെടേണ്ടതെല്ലാം തുറക്കണം. അതുകൊണ്ടാണ് സ്തോത്രം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും, വാഗ്ദത്തങ്ങളുണ്ടെങ്കിലും ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നിർത്തണം. ഒന്ന് വായിക്കാമോ? പെട്ടെന്ന് വായിക്കാമോ? ആ ആ ആ നോക്കി, ആലയത്തിൻ്റെ വാതിലടഞ്ഞു കിടന്നു. ആലയത്തിൻ്റെ വാതിലടഞ്ഞു കിടന്നു. പക്ഷേ വാതിൽ ആദ്യം തുറന്നു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അശേര പ്രതിഷ്ഠകളെ, ദൈവാരാധനയ്ക്ക് തടസ്സമായിരുന്ന മ്ലേച്ഛതകളെ നീക്കിക്കളഞ്ഞു. എനിക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആലയം എന്ന് പറയാം, നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാ. അപ്പം നമ്മുടെ ആലയം ദൈവത്തിന് വേണ്ടി തുറക്കണം. എങ്ങനെ തുറക്കണമെന്ന് പറഞ്ഞു. എന്താ? നിങ്ങൾ എങ്ങനെയാ? ജഡത്തിലെയും ആത്മാവിലെയും സകല കൽമഷങ്ങളും മാറ്റണം. സ്തോത്രം. നമുക്കറിയാം ഇതിനൊരു പരിഹാരം വരുത്തി യേശു കർത്താവ്, അല്ലേ? മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്താൻ. അതെ, നിങ്ങളുടെ പാപം രക്താംബരം പോലെ കടിച്ചുമപ്പായിരുന്നാൽ അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാ. നമ്മെ ദൈവത്തോടെ അടുക്കലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുവാൻ സ്തോത്രം. ദൈവത്താൽ തുറക്കപ്പെട്ട പുതുവഴിയാണ് യേശു ക്രിസ്തു. ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകമെമ്പാടും ഇന്ന് ഗുഡ് ഫ്രൈഡേ ആചരിക്കുകയാണ്. മലയാളത്തിൽ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച എന്നും പറയും. സ്തോത്രം. പക്ഷേ ദുഃഖം മാറ്റിയ ദൈവം. സ്തോത്രം. നമുക്ക് ദുഃഖിക്കാനല്ല, നമ്മുടെ കർത്താവ് യേശു ഈ ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത മരണം അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ ദുഃഖം മാറത്തില്ലായിരുന്നു. അപ്പം അത് വന്നപ്പോഴാണ് ഇത് ഗുഡ് ഫ്രൈഡേ ആയത്. പോട്ടെ, നമുക്ക് ചരിത്രം അറിയാവുന്ന നിങ്ങൾ ദൈവവചനം പഠിക്കുന്നവരാണ്. അപ്പോൾ ഇന്ന് എല്ലാ ദേവാലയങ്ങളിലും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ അടുത്ത് തന്നെ ഭയങ്കര ആൾക്കൂട്ടമായി. എല്ലാവരും വന്നു.
ഇന്ന് പൊതുവെ അവധി ആയതുകൊണ്ട് ആമേ സ്തോത്രം ഒത്തിരി ആൾക്കാർ, നമ്മുടെ ആൾക്കാരും പ്രാർത്ഥനയ്ക്കായി ഒരു സമയം കിട്ടുന്നതാണല്ലോ. ഓഫീസിന് അവധി, സ്കൂൾ അവധി എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഒത്തിരി പേര് പ്രാർത്ഥനയ്ക്ക് വേർതിരിക്കുന്നൊരു ദിവസമാണിന്ന്. സ്തോത്രം. ഇവിടെയും കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം നോക്കി, ഈ മനുഷ്യൻ അവകാശമല്ലാത്തത്, മനുഷ്യനെ നിരോധിച്ചിരുന്ന മേഖലകളിൽ എന്ത് ദൈവമേ എന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ലായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നോക്കിയേ, ദൈവമേ എന്ന് വിളിക്കാൻ യോഗ്യതയില്ലായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. അതുകൊണ്ടായി ഇങ്ങനെ പറഞ്ഞു, കൺമീൻ നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. പിതാവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. പിതാവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ദൈവം സ്നേഹമാകുന്നു. യേശു ക്രിസ്തു മുഖാന്തരമാണ്. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. കരമുയർത്തുന്നു, സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഓടിച്ചൊന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്താൻ. സ്തോത്രം. എന്താണെന്നറിയാമോ? ഉറപ്പും ധൈര്യമുള്ളതായിരിക്കുന്നു. ഒരു രാജ്യത്തെ നിരോധിച്ച് രാജ്യത്തെ പിടിച്ചുകൊണ്ട് പോകാൻ വരുമ്പോൾ മുന്നോട്ടുള്ള സ്ഥിതിഗതികൾ വളരെ മോശമാകുമ്പോൾ ഒരുവൻ പറയാണ്, നിക്ക് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കെ. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ കൂടെ മാംസഭുജങ്ങളല്ല. എന്നെ വളരെ ചിന്തിപ്പിച്ചതും, ഞാനൊരു പ്രത്യേക വിഷയത്തിന് മേൽ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ എന്നെ ധൈര്യപ്പെടുത്തിയ ഒരു വചനമായതുകൊണ്ടാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. സ്തോത്രം. എന്താണെന്നറിയാമോ? വളരെ പ്രയാസപ്പെട്ടു. ഒരു ഗത്യന്തരമില്ലാത്ത വഴി അടഞ്ഞിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വചനമാണ്. എനിക്കറിയാം, ഇന്ന് ഞാൻ ഇവിടെ പറയുമ്പോൾ ചിലരെ ദൈവം ശക്തീകരിപ്പാനിടയായിത്തീരും. ചിലരുടെ വിഷയത്തിന്റെ മേൽ ദൈവാത്മാവ് ഒരു വിടുതലയ്ക്കുവാനിടയായിത്തീരും. ചില ദൈവപ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുവാൻ കാരണമായി തീരും. ഞാൻ വിശ്വസിക്കുന്നു. വെറുതെയല്ല, ദൈവത്തിന്റെ വചനം വെറുതെ പറഞ്ഞു പോകത്തില്ല. അതിന്റെ കാര്യം ചെയ്തേ മടങ്ങി വരത്തുള്ളൂ. ഹല്ലേലൂയ. നോക്കണേ, ഈ ദൈവത്തിന്റെ സ്തോത്രം കരം കാണാന് മാംസഭുജമാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ കൈ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ കൈ എനിക്ക് കാണാം. പക്ഷേ മാംസഭുജമല്ലാത്തത് കൊണ്ട് അദൃശ്യമായ കരമെന്നാ പറയുന്നത്. എല്ലാവരും ഓർക്കണേ, അദൃശ്യമായ കരം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അദൃശ്യമായ കരം, കാണാൻ വയ്യാത്ത കൈ. അപ്പം കാണാൻ വയ്യാത്ത കൈ എന്നെ വന്ന് തൊട്ടാൽ ആർക്കും അതിനെ തടയാനൊക്കത്തില്ല. ഞാൻ പിന്നീട് അത് വിവരിച്ച് പറയാൻ വെക്കുന്നെങ്കിൽ. അപ്പം കാണാൻ കഴിയാത്തൊരു കരം എൻ്റെ അടുക്കൽ വന്ന് ഇപ്പം ഈ ഇരിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ അടുക്കിലേക്ക് വന്ന് ദൈവത്തിൻ്റെ കൈ തൊട്ടാൽ അതിനെ ആർക്കും തടയാനൊക്കത്തില്ല. കാരണം അൺസീനാണ്, കാണാനൊക്കത്തില്ല. സ്തോത്രം. അപ്പം ഇവിടെ എന്താണെന്നറിയാമോ? ഇവിടെ പറഞ്ഞത് നമുക്ക് ഒരുവനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ആ കരം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരം മാംസഭുജങ്ങളല്ല. നമുക്കറിയാം, എലീശ പ്രവാചകൻ സ്തോത്രം, ശിഷ്യൻ വളരെ പരിഭ്രാന്തനായി വന്ന് പറഞ്ഞു, ഇതാ ആരാമ്യർ മുഴുവനും നമുക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുക, നമ്മുടെ കാര്യം ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞു. നമ്മുടെ ഭാഷയിൽ പറയും നമ്മുടെ കാര്യം പോക്കാണെന്ന് പറഞ്ഞു. പക്ഷേ സ്തോത്രം, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം. 15 വായിച്ചോ, അന്നേരം മനസ്സിലാവുമല്ലോ. നോക്കിയേ, ഒരു ദൈവഭക്തൻ അയ്യോ വിളിക്ക് മറുപടി അവൻ്റെ വായിലുണ്ട്. നോക്കിയേ, അയ്യോ വിളി ഉണ്ടായാൽ അതിന് മറുപടി ദൈവം നിന്റെ വായിക്കകത്ത് തരുമെന്നേ. അയ്യോ എന്നൊരു വിളി വരുമെന്നേ. അത് ലോകത്തുണ്ടാകും, ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനെ നേരിടാൻ കരുത്തൊരു ഭക്തനാണ് ലഭിക്കുന്നത്. അയ്യോ എന്ന് വിളി ഉണ്ടാകുന്നതല്ല പ്രശ്നം, പക്ഷെ അതിനെ നേരിടാൻ കരുത്ത് പ്രാപിക്കണം. നാം കണ്ട ഒരു ലോകമല്ലെന്ന്, നാം ഇന്നലെ കണ്ട ഒരു ലോകമല്ല നാം നാളെ കാണാൻ പോകുന്നത്. പക്ഷെ ഇതിന്റെ നടുവിൽ ഒരു ഭക്തന് മാത്രമേ പറയാൻ കഴിയൂ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാൻ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വാർത്തയാണോ 20 വർഷം 10 വർഷം മുമ്പ് കേട്ട വാർത്തകളാണോ കേൾക്കുന്നത്? എത്രയോ ക്രൂരമായതാവ കേൾക്കുന്നത്. മനുഷ്യ മനസ്സിനെ
പടയ്ക്കുന്നതല്ലേ വാർത്ത കേൾക്കുന്നത്? പ്രകമ്പനം കൊള്ളുന്ന ഭയങ്കരമായ ഭീതിപ്പെടുത്തുന്ന വാർത്തകളല്ലേ കേൾക്കുന്നത്. പക്ഷേ നോക്കി ഇപ്പൊ എന്താ പറഞ്ഞതറിയാമോ? പ്രവാചക ദൈവപുരുഷന്റെ ശിഷ്യൻ അടുത്ത് വന്നിട്ട് പറയുക. എന്താ പറഞ്ഞെന്നറിയാമോ? ദൈവപുരുഷന്റെ ശിഷ്യൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു. എന്താ? 15-ാം വാക്യം. ഒരു സൈന്യം, ഒരാളാണെ തന്നെ എന്നാ പ്രയാസമാ. ഒരു സൈന്യം മുഴുവനും കുതിരകളും രഥങ്ങളുമായിട്ട് പട്ടണം വളഞ്ഞിരിക്കുക. പുറത്തോട്ടിറങ്ങാൻ വയ്യാത്ത സ്ഥിതിയല്ലേ വന്നത്. സ്തോത്രം. അപ്പോഴല്ലേ അത് കണ്ടപ്പോ എന്താ വിളിച്ചത്? എങ്ങനെയാ പറഞ്ഞത്? അത് കണ്ടപ്പോഴേ ശ്രദ്ധിച്ചു. അത് കണ്ടപ്പോ എന്നാ പറഞ്ഞേ? അയ്യോ, കണ്ടോ? അയ്യോ യജമാനെ. അപ്പൊ ഇന്നലെ ചെയ്തത് ചെയ്യാൻ ഇന്ന് കഴിയത്തില്ലല്ലോ. നാം എന്ത് ചെയ്യും? ഇന്നലത്തെ ടെക്നോളജി വിജയിക്കാതിരിക്കുമ്പോ ഭക്തന് പറയാനുള്ളത്, ഇന്നലത്തെ ടെക്നോളജി അല്ല, ദൈവം ഇന്ന് നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു പ്രത്യേക പദ്ധതിയാ. ഇന്നലത്തെ ടെക്നോളജി, ഇന്നലെ കഴിച്ച മരുന്നും ഇന്നലെ കഴിച്ച ഡോക്ടറും ഇന്നലെ നേരിട്ട ബാങ്ക് ലോണും അല്ലെന്ന് ദൈവം നിനക്കതിനപ്പുറത്തൊരു പദ്ധതി തരാൻ ദൈവത്തിന് കഴിയും. നോക്കിയേ, ഇതുവരെ ഈ ദൈവപുരുഷന്റെ കൂടെ നടന്ന ഒത്തിരി സംഭവങ്ങൾ കണ്ടിട്ടുള്ളവരാ. നമുക്കറിയാം. ഏലീശ പ്രവാചകന്റെ പുറകെ നടന്ന് ഒത്തിരി അത്ഭുതം കണ്ടതാണ്. തൻ്റെ മനസ്സിനകത്ത് ഓടി വന്ന ഒത്തിരി ടെക്നോളജികൾ കാണാം. ഇന്നലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാകാം, ഇന്നലത്തെ അനുഭവം ഉണ്ടാകാം. പക്ഷേ ഇതാ ഇന്നലത്തെ അനുഭവം കൊണ്ട് ജയിക്കാൻ കഴിയാത്തൊരു സമയം വരാൻ പോവുകയാണ്. ഓർക്കണേ. സ്തോത്രം. ഇന്ന് ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്ന ദൈവമക്കളെ, ഇന്നലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് നേരിടാൻ വയ്യാത്തൊരു അനുഭവം നാം കാണാൻ പോകുമ്പോഴും ഇതാ അയ്യോ വിളിച്ചുകൊണ്ട് ഒരുവൻ ഓടി വരുമ്പോൾ, നീ ഒരു ഭക്തനാണെങ്കിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന നീ കാണപ്പെടുന്ന നിന്റെ വിശ്വാസത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന, അതെ, വിശ്വാസത്തിനകത്ത് പ്രതിഫലിക്കുന്ന ഒരു ദൈവപ്രവൃത്തി കാണാൻ ദൈവം കൃപ നൽകും. സ്തോത്രം. നോക്കി, അയ്യോ വിളിച്ചോണ്ട് വരുമ്പോ സ്തോത്രം. ഭക്തനല്ലെങ്കിൽ നമ്മൾ കൂടെ അയ്യോ വിളിച്ചേനി. കാരണം ഭീതിയല്ലേ. ചുറ്റും എന്താ? ഒരു സൈന്യം. അപ്പൊ നമ്മളെന്താ വചനം വായിക്കുന്നത്? ഒരു സൈന്യം നിനക്കെതിരെ പാളയം ഇറങ്ങിയാലും എന്തോ. അപ്പൊ ഒരു സൈന്യം ഇറങ്ങിയിട്ടും ഭയപ്പെടാതിരിക്കണേ. എന്നാ? യഹോവ നമ്മോട് കൂടെ ഉണ്ടെന്ന്. യഹോവ നമ്മോട് കൂടെ. ഒരു സൈന്യം പാളയം ഇറങ്ങി, രഥങ്ങളും കുതിരകളുമുണ്ട്. പുറത്തിറങ്ങാൻ വയ്യാത്ത ഗതി വരുമ്പോൾ, സ്തോത്രം, ദൈവത്തിന്റെ കരുതൽ അറിയുന്നവൻ നിശബ്ദനായിരിക്കാം. സ്തോത്രം. ദൈവത്തിന്റെ കരുതൽ അറിയുന്നവൻ നിശബ്ദനായിരിക്കും. നമുക്കറിയാം. 16-ാം വാക്യം വായിച്ചാൽ നമുക്ക് മുന്നോട്ട് പോവാം. കണ്ടോ? സ്തോത്രം. ഞാൻ എന്ത് ചെയ്തു? അടുത്ത വായിച്ചു. സ്തോത്രം. നോക്കിയേ. എലിച്ച എന്നെ പ്രാർത്ഥിച്ചു. ഞാൻ കാണുന്നത് എൻ്റെ ശിഷ്യനും കാണണം. ഞാൻ കാണുന്നത് എൻ്റെ ശിഷ്യനും കാണണം. ഞാൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് ഞാനൊരു പ്രതിസന്ധിയിൽ ദൈവം എനിക്ക് തന്ന വചനമാണെങ്കിലും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് ചരിത്ര ഭാഗങ്ങൾ പഠിച്ച് നമ്മൾ തീസിസൊക്കെ എഴുതാം. പക്ഷേ ഇതിൻ്റെ അനുഭവ ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. ദൈവപുരുഷൻ പറഞ്ഞത് നമ്മളാണ് എന്നാ പറയുന്നത്, നമ്മുടെ പോംവഴികൾ എൻ്റെ അറിവിനും എൻ്റെ കഴിവിനും അനുസരിച്ചൊക്കെ ഞാൻ ഒത്തിരി പോംവഴികൾ പറയാം. എന്നെ പോലെ നിങ്ങൾക്കും ഒത്തിരി പോംവഴികൾ പറയാൻ അറിയാമായിരിക്കും. പക്ഷേ നമ്മുടെ പോംവഴി കൊണ്ട്, നമ്മൾ കണ്ടുപിടിച്ച സിദ്ധാന്തം കൊണ്ട് നമുക്ക് ജയിക്കാൻ ഒക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് സ്തോത്രം, നമ്മൾക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ടൊക്കെ കഴിഞ്ഞുകൂടാൻ. പക്ഷെ അല്ല, അതിനൊക്കെ അതീതമായി ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ടാണ് യേശു കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു ദിവസം ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി വാ എല്ലാവരും ഇരുന്നിട്ട് യേശു ശിഷ്യന്മാരോട്
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞു, വായിക്കേണ്ട, പറഞ്ഞു നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഒന്ന് പറഞ്ഞേ നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരെ, മത്തായി, മർക്കോസ്, നിങ്ങൾക്ക്, യോഹന്നാനെ, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാനൊക്കത്തില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യണം. അതുകൊണ്ട് വിട്ടുപിരിയാത്തൊരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കണമെന്ന്. സ്തോത്രം. ഇന്നലത്തേത് പോരാന്ന്. ദൈവത്തിന്റെ സാന്നിധ്യം, വിട്ടുപിരിയാത്തൊരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കണമെന്ന്. ഇന്നലെ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച് 12 വട്ടികൾ തിളച്ചെടുത്തുകൊണ്ട് പോയത് കൊണ്ട് ഒരു വിജയമാണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഇന്ന് വിജയിക്കാമെന്ന് വിചാരിക്കരുതെന്ന്. അപ്പവും കൊട്ടയും തീരും. എന്നാൽ കൊതിക്കേണ്ടത് എന്തിനാണെന്നറിയാമോ? വിട്ടുപിരിയാത്തൊരു ദൈവ സാന്നിധ്യത്തിന്. രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധി നിലമ്പാട് വീണിട്ട് കരയണം. കർത്താവ്, അപ്പാ, അങ്ങില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട, അങ്ങേ കൂടാതൊരു ജീവിതം എനിക്ക് വേണ്ട എന്ന് പറയാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. ഇന്നലത്തെ വിജയത്തിന്റെ കണക്കല്ല ദൈവത്തിന്റെ സന്നിധി. ഇന്ന് ഞാൻ നേരിടാൻ പോകുന്ന വിഷയത്തിന്റെ വലിപ്പത്തെ മനസ്സിലാക്കി എന്റെ കയ്യെന്ന് വിടരുത് എന്ന് പറഞ്ഞ് ദൈവത്തിന് മുഴങ്കാൽ മടക്കി കൈവക്കിയിട്ട് പറയണം, തമ്പുരാനെ, എന്നെ പിടിക്കണം, എന്നെ പിടിക്കണം, എന്നെ പിടിക്കണം. അങ്ങ് പിടിവിട്ടാൽ ഞാൻ വലഞ്ഞു പോകും. അങ്ങ് പിടിവിട്ടാൽ ഞാൻ വലഞ്ഞു പോകുമെന്ന് പറയണമെന്ന്. കാരണം എന്താ? കർത്താവ് അതുകൊണ്ടാ പറഞ്ഞ്, കൂടെ നടന്ന് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്തു. കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിലും ഇപ്പൊ എന്താണെന്നറിയാമോ? ദൈവമില്ലെങ്കിലും ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു തലമുറയിൽ വന്നില്ലേ? ഉപവസിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയുന്ന ഒരു തലമുറയിൽ വന്നില്ലേ? ഹല്ലേലൂയ. അപ്പൻ പാസ്റ്റർ എന്ന് പറഞ്ഞ് സ്വന്തക്കാര് ശുശ്രൂഷകരുണ്ടെന്നും സഭയ്ക്ക് സ്ഥലം കൊടുത്തെന്നും അങ്ങനെ പറഞ്ഞ് അങ്ങ് ഫ്രീ ആയിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അല്ല. യേശു പറഞ്ഞത് അതാണ്, എന്നെ പിരിഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം കുറെ നാൾ കൂടെ നടന്നു കഴിയുമ്പോഴേ അവര് ചോദിച്ചു, ഇനി എനിക്കങ്ങ് നടക്കാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, സ്തോത്രം, കുറെ നാൾ ഇതൊരു എക്സ്പീരിയൻസ് അല്ല ജീവിതത്തിൻ്റെ. നമ്മുടെ ഒരു 40 വർഷം നമ്മൾ ഈ പെന്തിക്കോസി വന്നതുകൊണ്ട് അതുകൊണ്ട് ജയിച്ചെന്നാ നമ്മളെല്ലാം വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും കുഴപ്പമില്ലെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷപ്പെടുന്നു. നമ്മൾ വിചാരിക്കുന്നത് ഇന്നലെ ഒന്ന് കൈപൊക്കി, അല്ലേലെ ട്രം അടിച്ച് ഒടുവി 2 അന്യഭാഷയും പറഞ്ഞ്, അല്ലെന്ന് ഇതൊക്കെ വേണം. പക്ഷെ ഹൃദയത്തിനകത്ത് വിട്ടുമാറാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം. ഒരു നനഞ്ഞ കണ്ണ് വേണമെന്നേ. കാരണം നമ്മൾ മിടുക്കരാന്ന് പറഞ്ഞ് ജീവിക്കാനൊക്കത്തില്ലെന്നേ. എത്ര മിടുക്കന്മാര് തകർന്നു പോയെന്നറിയാമോ? എത്ര മിടുക്കന്മാരില്ലാതെ പോയെന്നറിയാമോ? എത്ര സമ്പന്നന്മാർ ഭിക്ഷയാചിക്കുന്നറിയാമോ? സ്തോത്രം. അപ്പൊ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കാൻ ഇടയായി തീരണമെന്ന്. അതെ, ഇന്ന് നമുക്കറിയാം, ഇന്നൊരു ഗുഡ് ഫ്രൈഡേ ആചരിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ ഒന്ന് നോക്കിക്കേ. ഇവിടെ രാജ്യത്തമ്പതിയാൻ വന്നതല്ലെന്നേ. അങ്ങനെ സ്വല്പമെങ്കിലും ആഗ്രഹം വന്നിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ പദവി വരുത്തില്ലായിരുന്നു. കർത്താവ് കഴിവുറവനായിട്ടാണോ, ബലമില്ലാഞ്ഞിട്ടാണോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ സന്ദേശത്ത് ഞാൻ എപ്പോഴും വിളിച്ചു കാണിക്കാറുണ്ട്. എന്ന് നോക്കിയേ, വ്യാഴാഴ്ച രാത്രി തമ്പുരാനെ അന്വേഷിച്ചുകൊണ്ട് പടയാളികൾ വന്നില്ലേ? പടയാളികൾ വന്നപ്പോൾ ഇങ്ങോട്ട് നോക്കിയിട്ട് ആൾക്കാർ തേരപ്പാര പോന്ന് കണ്ടിട്ട് യേശു ഇറങ്ങിച്ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരെയാ തിരയുന്നേ? അവര് പറഞ്ഞു, ഞങ്ങൾ നസറേയൻ യേശുവിനെയാ തിരയുന്നത്. എന്നോ പറഞ്ഞു പോയി. അബദ്ധമെന്ന് ഞാൻ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു
യേശു ഒന്ന് സന്ദർഭം പറഞ്ഞു, ഞാനാകുന്നെന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ പിടിക്കാൻ വന്നവർ മോഹാലസ്യപ്പെട്ടു പോയെന്നല്ലേ ചരിത്രം പറയുന്നത്. എന്തോ ശക്തിയുള്ളവനാ, എത്ര വലിയവനായ ദൈവമാ. എന്നാൽ ഈ ദൈവം എനിക്ക് വേണ്ടി രോമം കത്തിരിക്കാൻ കൊണ്ടുവന്ന ആടിനെ പോലെ ഉരിയാതെ ആടിയിരുന്നു. എന്താണെന്നറിയാമോ? എൻ്റെ മുഖത്തെ നോക്കിയിട്ട്, പ്രിയ സഹോദര സഹോദരി, നിന്നോടുള്ള ആഴമായ സ്നേഹമോർത്തിട്ട് അവൻ മിണ്ടാതിരുന്നു. അവൻ ചമ്മട്ടി കൊണ്ട് തുരതുര അടിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ ഇളകി ഇങ്ങനെ താഴെ കിടന്ന് മാംസകഷ്ണങ്ങൾ വിറയ്ക്കുമ്പോഴും ഹല്ലേലൂയ, എനിക്കറിയാം ഒരു ശബ്ദം വന്നു കാണാം, സാമേ മോനെ നിനക്ക് വേണ്ടി ഞാൻ പാടുപെടുന്നെന്ന്. അതേ പ്രിയ കുഞ്ഞേ, നിനക്ക് വേണ്ടി സഹോദര സഹോദരി, ആ മാംസകഷ്ണങ്ങളുടെ പിടപ്പെന്താണെന്നറിയാമോ? അത് നമ്മുടെ പേര് പറഞ്ഞിട്ടായിരുന്നു. എന്തെന്നറിയാമോ? എന്നെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്, നമ്മെ ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തേണ്ടതിന് നമ്മുടെ കർത്താവ് യാഗമായി തീർന്നു. സ്തോത്രം. എവിടെ നമ്മൾ മിടുക്കരാകുന്നേ? കർത്താവ് പറഞ്ഞു, നോക്കിക്കേ, ഞാൻ പാനീയ യാഗമായി തീരുക, എൻ്റെ മാംസകഷ്ണങ്ങൾ ചെതറുന്നു. നോക്കണേ, ഹല്ലേലൂയ. ഒടുവില് സ്തോത്രം, അവസാന തുള്ളി വരെ രക്തം വരെ നമുക്ക് വേണ്ടി ചീന്തപ്പെട്ടതല്ലേ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞല്ലേ, നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു, പക്ഷേ എന്നെ പിരിഞ്ഞിട്ട് നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ക്രിസ്തീയ ജീവിതത്തിൽ വന്നിട്ട് നാം ഒത്തിരി കൃപയാൽ ശുശ്രൂഷയുടെ മുഖത്ത് ദൈവത്തിന്റെ ഒത്തിരി പദ്ധതികൾ കാണാൻ കഴിഞ്ഞെങ്കിലും അതിനേക്കാളൊക്കെ വലുതെന്നറിയാമോ? ഞാൻ ഇന്ന് രാവിലെയും അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യമാ. ഇന്നലെ ചെയ്ത കൃപാവരത്തിന്റെ ശുശ്രൂഷകളുടെ വലുപ്പമല്ല ഞാൻ അനുഭവിക്കുന്ന ഇന്ന് പകലത്തെ ദൈവ സാന്നിധ്യം എനിക്ക് വലുത്. ഹല്ലേലൂയ. ഇന്നലെ എന്തൊക്കെ ചെയ്തോ അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. എന്നാൽ വിട്ടുമാറാത്തൊരു ദൈവത്തിന് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കരയുന്നവരായി തീരണം. അവിടെയാണ് നമ്മുടെ വിജയം. കാരണം എന്താ? വെളിപ്പെടുന്ന ഭുജമുണ്ടല്ലോ, അത് മാംസഭുജമല്ല, അത് വിശുദ്ധിക്ക് വേണ്ടി മാത്രം നിൽക്കുന്നതാ. അത് ഹല്ലേലൂയ. ഇന്നലത്തെ എക്സ്പീരിയൻസ് കൊണ്ടോ നിന്റെ മഹത്വത്തിന് വേണ്ടിയല്ല. പിന്നെയോ എന്താണെന്നറിയാമോ? അത് ദൈവത്തിന് വെളിപ്പെടാനുള്ള കാലമാ. സ്തോത്രം. അപ്പൊ ഈ കരം വെളിപ്പെടണമെങ്കിലേ ഇന്നലത്തെ പരിചയം കൊണ്ടല്ല വരുന്നേ. ഹൃദയനുറുക്കത്തോടെ വിട്ടുമാറരുത് എന്ന് പറയുന്നവരെടുക്കലാ വരുന്നേ. കണ്ടോ? സ്തോത്രം. കൂടെ നടന്ന, പക്ഷേ ദൈവപുരുഷന്റെ സ്തോത്രം ശിഷ്യനെ ആ രഥത്തെ മാത്രം, ലോകത്തിന്റെ രഥങ്ങളെ മാത്രമേ കണ്ടുള്ളൂ. ലോകത്തിന്റെ രഥങ്ങളെ കാണുന്നവൻ അമ്പരപ്പാന്നേ. ലോകത്തിന്റെ രഥം കണ്ട അമ്പരന്ന് പോത്തേ ഉള്ളൂ. പക്ഷേ ദൈവം അയക്കുന്ന അഗ്നിരഥങ്ങളുണ്ട്, അത് കണ്ടെങ്കിലേ അമ്പരപ്പ് മാറത്തുള്ളൂ. ലോകത്തിന്റെ പൈസ ബാങ്കിൽ കിടന്ന നിന്റെ അമ്പരപ്പ് കൂടും. ആ മസിൽ ശക്തികൾ നിന്നെ എത്ര ദിവസം വരും? ആരോഗ്യത്തിനകത്ത് നമുക്ക് എത്ര പ്രശംസിക്കാൻ കഴിയുമെന്ന്. നല്ല ആരോഗ്യമുള്ളവനെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടൊരു ഒരു പരിശോധന നടത്താമെങ്കിൽ അവനിലൊരു രോഗം മറഞ്ഞു കിടപ്പുണ്ട്. മനുഷ്യൻ മരുന്ന് വിഴുങ്ങി രോഗികളായിക്കൊണ്ടിരിക്കുക. രോഗം മാറാൻ മരുന്ന് വിഴുങ്ങുന്നു, പക്ഷെ മരുന്ന് വിഴുങ്ങി രോഗികളാകുക. പക്ഷെ ഓർത്തോണേ, എന്തെല്ലാം ചെയ്താലും ശരി, ദൈവം തരുന്ന സമാധാനം പോലെ ഒരു സമാധാനം എങ്ങും ലഭ്യമാകത്തില്ലെന്നേ. ദൈവം തരുന്ന സൗഖ്യം പോലെ ഒരു സൗഖ്യം എങ്ങും കിട്ടത്തില്ല. ദൈവം ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. തിരുവചനം നാം പഠിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ടെന്നേ. നിനവയിലെ വിധവ കുഞ്ഞിനെ വെച്ച് അടക്കാനായി പോകുമ്പോ അവൾ വിലപിക്കുന്നു. ഒത്തിരി ആൾക്കാർ പറഞ്ഞു കാണും, കരയാതെ. പക്ഷേ തനിക്ക് വിധവയാണ്, തനിക്ക് ആശ്രയമായിരിക്കുന്ന ഒരു മകന കരയാതെന്ന് ആര് പറഞ്ഞാലും കരയ്ക്കാതിരിക്കാൻ കഴിയത്തില്ല. പക്ഷേ പട്ടണത്തിൽ തനിക്കെതിരെ വരുന്ന ഒരുവനുണ്ട്. അവൻ പറഞ്ഞു, നീ കരയണ്ടെന്ന്. കണ്ടോ?
ആരും പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായി പറയാൻ ഒരുവനുണ്ടെന്ന്. ആമേ. അവൻ കരയണ്ടെന്ന് പറഞ്ഞാൽ കരച്ചിൽ നിർത്താനുള്ള കാര്യം അവൻ ചെയ്യും. സന്തോഷത്തോടെ കരമുയർത്തി സ്വത്രം പറഞ്ഞാട്ടെ. ആമേ. നോക്കിക്കേ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആമേ. ഈ പ്രവാചക ശിഷ്യന്റെ പ്രവാചക ശിഷ്യനെ ആമേ ലോകത്തിന്റെ രഥങ്ങളെ കണ്ടുള്ളൂ. നമ്മളതാ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ 15 വാക്യത്തിൽ വായിച്ച അങ്ങനെയായിരുന്നു. ലോകത്തിന്റെ രഥങ്ങളെ കണ്ടല്ലേ. അവരെന്നാ കണ്ടത്? ആമേ സൈന്യത്തെ കണ്ടു. ആമേ പിന്നെ സൈന്യത്തെ 15 വാക്യം നാം വായിച്ചിരുന്നത് ഇങ്ങനെയാണ്. അത് സൈന്യം കണ്ടു. സൈന്യം ചുറ്റും പാളയം ഇറങ്ങി. ആമേ പിന്നെ കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇതല്ലേ അപ്പേ. അതുകൊണ്ടല്ലേ അയ്യോ എന്ന് വിളിച്ചത്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നേ. നിങ്ങൾ വലിയ പ്രശ്നം കേൾക്കാതിരിക്കണം. വളരെ സരളമായി. ഇപ്പൊ അയ്യോ വിളിക്കാൻ കാരണം എന്താ? അയ്യോ വിളിക്കാൻ കാരണം എന്താ? നിങ്ങളോടൊന്ന് പറഞ്ഞേട്ടെ. ആക്രമണം അടുത്തു വന്നെന്ന്. കൈ നീട്ടി പിടിക്കാവുന്ന പോലെ വിപത്ത് വന്നു. അപ്പോഴാണ് അയ്യോ യജമാനെ നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ യജമാനൻ എന്നാ പറഞ്ഞേ? യജമാനൻ കുറെ വഴക്ക് പറഞ്ഞോ? നമ്മളാണ്, നമ്മുടെ പിള്ളേർ വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയും പെരയ്ക്കാത്തിരിക്കടാന്ന് പറയും, ഇല്ലേ? നമ്മളാണ് എന്താ പറയുക? അടങ്ങി ഇവിടെ കാണാൻ ഇരിക്കേ. സ്തോത്രം. നമ്മുടെ ദാവീദ് പാളയത്തിൽ ചെന്നപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു, നീ പട കാണാൻ വന്നതല്ലേ എന്ന്. സ്തോത്രം. ഇല്ലേ? വഴക്ക് പറഞ്ഞു. നീ പട കാണാൻ വന്നവനാന്ന് പറഞ്ഞു. പക്ഷേ അവൻ പട കാണാൻ വന്നവനല്ലായിരുന്നു, അവൻ പടയ്ക്ക് വേണ്ടി വന്നവനാണ്. സ്തോത്രം. ആമേ. നോക്കിയേ, ഇവിടെ ആമേ പ്രവാചക ശിഷ്യൻ പറഞ്ഞു, അയ്യോ നമ്മൾ എന്നാ ചെയ്യുന്നത്? പക്ഷേ 16 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ചു, ആമേ എന്നാ മറുപടി എന്നായിരുന്നു? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. മറുപടി എന്തായിരുന്നു? അല്ല, എന്താ ചെയ്തത്? എന്നെ ഒന്ന് നോക്കി. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, വേദപുസ്തകത്തിൽ നോക്കാതെ. ആമേ പിന്നെ നോക്കിയാൽ മതി. എന്താ ചെയ്തേ? അയ്യോ 16-ാമത്തെ ധൈര്യം കൊടുത്തു, ഇല്ലേ? എന്താ പറഞ്ഞു? 16-ാം വാക്യം, അതിന് അവൻ പേടിക്കണ്ട, നമ്മോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ അധികമെന്ന് പറഞ്ഞു. അടുത്തത് എന്തുവാ? നോക്കിയേ, ധൈര്യം കൊടുക്കുകയും വേണം. പിന്നെ എന്നാ വേണം? നിങ്ങൾ എൻ്റെ കൂടെ വരണേ. നിങ്ങൾ ചരിത്രമൊന്നും അല്ല നമ്മുടെ വിഷയം, ദൈവം ദൂത് പറയുക എന്നുള്ളതാണ്. നമ്മുടെ അകത്തിരിക്കുന്ന ധൈര്യം, അതിൻ്റെ മേൽ ഉറപ്പ് വരുന്നതാണ് പ്രാർത്ഥന. കണ്ടോ? ആദ്യം നിലയ്ക്ക് നിർത്തി പറഞ്ഞു നമ്മുടെ കൂടെ ഉണ്ടേ. ഓക്കെ, വളരെ സരളമാണ്. അബ്രഹാമിൻ്റെ കൂടെ ഇങ്ങനെ മോൻ നടന്നു പോവുക, ഇസഹാക്ക്, അല്ലേ? ഇസഹാക്ക് നടന്നു പോകുന്നു. എനിക്ക് വലുതായിട്ട് പ്രസംഗിക്കാമെന്ന് പറയത്തില്ല, ഇങ്ങനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇച്ചിരി ഈ ഇസഹാക്ക് ഇങ്ങനെ നടന്നു പോകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ എക്സ്പീരിയൻസ് വെച്ച് അപ്പനോടൊരു ചോദ്യം ചോദിച്ചു. നമുക്കറിയാം, ഇല്ലേ? അമ്മ സ്തോത്രം, നമുക്ക് ഈ യാഗത്തിനുള്ള യാഗവസ്തു എന്താന്ന് ചോദിച്ചപ്പം അബ്രഹാമിന് മറുപടി ഒരു ഭയങ്കര മറുപടിയല്ലേ. എന്നാ ചോദ്യത്തിന് ഒത്തിരി ആഴമുണ്ട്. മറുപടി പറയണേലും ഇച്ചിരി പ്രയാസമുള്ളതാ. പക്ഷേ അവൻ പറഞ്ഞു, ധൈര്യം ദൈവം കരുതിയിട്ടുണ്ട്, യഹോവ ഈരേ. നോക്കിയേ, അപ്പം ആദ്യത്തെ കാര്യമാണ് എന്ത്? ധൈര്യം കൊടുക്കുക. എന്താ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ ദൈവത്തിന് നിയോഗിക്കപ്പെട്ടവരാ. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തവരാ. നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ നിൽക്കുന്നവർ മാത്രമാണെന്നല്ല. നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ചില ഇടങ്ങളിൽ നിങ്ങൾക്ക് നേരെ നിൽക്കേണ്ടി വരും. സ്തോത്രം. ചില ഇടങ്ങളിൽ നിങ്ങളുടെ വായാണ് ദൈവത്തിൻ്റെ വായായി വരുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കും. സ്തോത്രം. പറ, ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കും. ഇതൊക്കെ പറയുന്നത് നിങ്ങളൊരു അസ്വാഭാവികമായി ആയിരിക്കും, ഞാൻ പറഞ്ഞു തരാം. അപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കിന് വലിയ വിലയുണ്ടെന്നേ. നാം ദൈവഭക്തരാണ്, ദൈവത്തെ വിശ്വസിച്ചവരെ, ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ ഭീരുത്വത്തിൻ്റെ വാക്കുകളല്ല, നമ്മൾ പറയുന്ന ധൈര്യത്തിൻ്റെ വാക്കുകളായിരിക്കണം. നമ്മൾ പറയുന്ന നോക്കി. ഇപ്പം എന്താ പറയുക? പേടിക്കണ്ട. നമ്മുടെ കുറിവാക്യം ഓർത്തോണം. ഇപ്പം പോഴ നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. കാരണം എന്താ? സ്തോത്രം. ഇവിടെ പറഞ്ഞു പേടിക്കണ്ടെന്നേ. നമ്മുടെ കൂടെ ഒരുവനുണ്ട്,
അതെവരെക്കാളും വലിയവനാണ്. ആമേ, ഇല്ലേ? നമ്മുടെ കൂടെ ഒരുവനുണ്ട്. എത്ര ധൈര്യമാന്ന് നോക്കിയേ. അയ്യോ വിളിച്ചോ? ഈ ഉറപ്പ് വന്നവൻ അയ്യോ വിളിക്കണോ? അയ്യോ, നിങ്ങൾ പിണങ്ങിയല്ലേ? ഒന്ന് സ്വതന്ത്രം പറഞ്ഞ്. അപ്പൊ അയ്യോ വിളിക്കേണ്ട കാര്യം നമുക്കില്ലെന്നേ. ഉറപ്പും ധൈര്യമുണ്ട്. കാരണം നമുക്കറിയാം നമ്മളോടുകൂടെ ഒരുവനുണ്ട്. എത്ര പേര് ധൈര്യത്തോട് പറയാം ആമേൻ? അപ്പൊ നമ്മുടെ കൂടെ ഒരുവനുണ്ട്. അവൻ വെല്ലുവിളിക്കുന്ന ഏതൊരു കൂട്ടത്തിനേക്കാളും വലിയവനാ. സ്തോത്രം. ഞങ്ങളൊക്കെ ഈ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷകരാണ്. ആമേ, സ്തോത്രം. അപ്പോൾ ഈ പലപ്പോഴും ഞങ്ങൾ പോകുന്നതിന് മുമ്പേ ആയിരിക്കും ആരെങ്കിലും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചെന്ന് പറയും, അല്ലെ ആരെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കുക നമ്മുടെ ആൾക്കാർ ഇങ്ങനെ അങ്ങ് ആമേ അഴിച്ചു വിടാനായിട്ട്. നമുക്ക് ഏറ്റവും, ഞാൻ നിങ്ങളോട് പറയാം, ഞാനൊരു കർത്താവിൻ്റെ ദാസൻ, നിങ്ങൾ ദയവ് ചെയ്ത് ആരെയും ഉപദ്രവിച്ചൊന്നും പറഞ്ഞൊന്നും ഫോർവേഡ് ചെയ്യരുത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് പണ്ട് തൊട്ടേ ഉണ്ട്, ഇല്ലേ? നമുക്ക് വല്ല പ്രയോജനമുണ്ടോ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? പ്രാർത്ഥിക്കാനുള്ളവർ പ്രാർത്ഥിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന് നമ്മളോട് വ്യക്തിപരമായി ഭയങ്കര സ്നേഹമല്ലേ? ആര് പ്രാർത്ഥിച്ചില്ലേലും ശരി, ദൈവം നോക്കത്തില്ലേ ദൈവഭക്തന്മാരെ? പിന്നെ ഇതുകൊണ്ട് എന്താണ് ഭീരുത്വം ഉണ്ടാക്കുക? അങ്ങോട്ട് പറഞ്ഞു ഇവിടെ ഏതാണ്ട് വലിയ സംഭവം. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ഈ സഭയിലെ മാന്യമായ നല്ലൊരു അന്തരീക്ഷമുണ്ട്. ഇത്രയും രാജകീയമായ പരവതാനിയൊക്കെ വിരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മൊത്തം ഒരു വർഷം എത്ര പേര് സ്നാനപ്പെട്ടിട്ടുണ്ട്? എൻ്റെ കയ്യിൽ എണ്ണാവുന്നതേ കാണത്തുള്ളായിരിക്കും. എന്താ വെച്ചാ ഞാൻ കുറ്റമൊന്നുമല്ല ഞാൻ പക്ഷേ ഞങ്ങളുടെ പാവം പിടിച്ച ദൈവദാസന്മാർ അവരിയ്ക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കണ്ടുണ്ടല്ലോ, ഒരു നല്ല പായില്ല, നല്ലൊരു കസേരയില്ല. ഞങ്ങൾക്കൊരു ചെന്ന് കഴിഞ്ഞാൽ ഉപദേശിയെ ഇരുത്താൻ ഒരു കസേരയ്ക്ക് തന്നെ നന്നാ പാടുപെടുന്നവരാണ്. പക്ഷേ ഉണ്ടല്ലോ, അടുത്ത ട്രിപ്പിൽ പോകുമ്പം ഒരു സഭയിൽ നിന്ന് 70 പേര്, വേറൊരു സഭയിൽ നിന്ന് 30 പേര്, എങ്ങനെയായാലും മുക്കി എൻ്റെ ഊപ്പാട് വരും. സ്തോത്രം. മനസ്സിലായോ? എങ്ങനെയായാലും 10-200 പേരെ സ്നാനപ്പെടുത്തിയിട്ടാണ് ഒരു ട്രിപ്പ് പോയിട്ട് വരുന്നത്. സ്തോത്രം. അപ്പം നോക്കി ഈ ഇവിടെ കടന്നു ഭയങ്കര നോർത്ത് ഇന്ത്യ ഭയങ്കര പ്രശ്നം. പക്ഷേ പ്രശ്നമുണ്ടോ? പറയുന്നേ ഉണ്ടെന്നേ. കർത്താവ് എന്നാ പറഞ്ഞേ? ഈ ഗോതമ്പ് മണി നിലത്ത് വീണെന്ന് ചാകാതെ അതേന്നൊരു കതിര് വരുമോ? അയ്യോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതിന്റെ പ്രമാണം അങ്ങനെയാന്നേ. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഉപദേശി ഒരു ബെൻസ് കാർ വാങ്ങിച്ച ഉപദേശിയുടെ ശുശ്രൂഷ നല്ലതാന്നാ. അതാ മലയാളികളുടെ കണക്കൂട്ട്. ഒരു നല്ലൊരു ഫ്ലാറ്റ് വാങ്ങിച്ച 80 ലക്ഷത്തിൻ്റെയോ 1.5 കോടിയുടെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ച ഉപദേശിയുടെ ശുശ്രൂഷ നല്ലതാന്നാ വിചാരിക്കുന്നത്. അല്ലെന്നേ. ഇതൊക്കെ ഇതിനെല്ലാണെങ്കിൽ എവിടെയെങ്കിലും നല്ലത് ജോലിക്ക് പോയപ്പോഴേ. അപ്പൊ അതല്ല കാര്യം. ദൈവത്തിൻ്റെ വേല, ദൈവത്തിന് വേണ്ടി കുന്ന് രണ്ടെന്ന് വേർതിരിക്കാൻ കഴിയുന്ന അവിടെ വിജയം എന്ന് പറയും. അപ്പോൾ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് കാണപ്പെടുന്നതിന് പിന്നെയാ. പക്ഷെ കാണപ്പെടാത്ത ഒന്ന് ആലോചിച്ച് നോക്കിയേ. കീറപ്പഴം തുണി എടുത്തോണ്ട് വരുന്ന ഒരു ആദിവാസിയെ കർത്താവിൻ്റെ നാമം ചൊല്ലി അവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി പൊക്കിയും വേർതിരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമോ അവൻ എത്ര വിലയുണ്ടെന്നറിയാമോ? എത്ര വിലയുണ്ട്? പറഞ്ഞെന്നേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, എനിക്കറിയാം. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന് മുഴു ലോകത്തെക്കാളും വിലയുണ്ട് അവൻ്റെ ആത്മാവിന്, ഇല്ലേ? അപ്പൊ ഏതാ ലാഭം? അപ്പൊ അതാണ് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വ്യത്യാസം വരിക എന്ന് പറഞ്ഞ്. ഇപ്പൊ നോക്കി, നമ്മളെല്ലാം നോക്കുന്നത് ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നപ്പം കൊച്ചിൻ്റെ കല്യാണം നല്ലതായിട്ട് നടന്നു, വിജയമാണ്. ഇതൊക്കെ നടക്കും, അത് വേണ്ടെന്നല്ല പറഞ്ഞു. നല്ലവണ്ണം കാര്യങ്ങളൊക്കെ നടന്നു, എല്ലാം നടന്നു, നല്ലതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ വലുതാണ് കീറപ്പഴും തുണി എടുത്താലും ദൈവത്തോടു കൂടെ നടക്കുന്നെങ്കിൽ. അറിയാമോ, കീറപ്പഴുതുണി എടുത്താൽ ഒരു പദവി നമ്മൾ വന്നില്ലെങ്കിലും ശരി, നമ്മുടെ വായിൽ നിന്ന് യേശുവിനെ കുറിച്ച് കേട്ട് ഒരാൾ രക്ഷിക്കപ്പെടട്ടെന്ന്, അവിടെയാ വിജയം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഈ കണ്ണ് കാണുന്നത് ഈ കണ്ണുകൊണ്ട് കാണുന്നതല്ല എവിടോട്ട് പോയി? അയ്യോ വിളിയിലേക്ക് പോയി. അതാ ഞാൻ പറയാൻ വന്ന്. ഇവിടെ കുറെ സമ്പാദിച്ചു വെച്ചാലുണ്ടല്ലോ ഇപ്പൊ നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്, നമ്മളെല്ലാം വിശ്വസിക്കുന്നത് നമ്മുടെ കർത്താവ് വരും, അല്ലേ? ഒന്ന് മുറുകെ പറഞ്ഞേ, കർത്താവ് വരും. ആമേൻ പറഞ്ഞേ, വരും, ഇല്ലേ? നമ്മുടെ കർത്താവ് വന്നാലേ നമ്മുടെ ഈ നല്ല കാർ ആരുപയോഗിക്കും?
അയ്യോ എൻ്റെ ഉദ്ദേശം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ വെക്കുന്നില്ലേ? ഞാൻ എൻ്റെ സ്നേഹിതന് ബാബു ബ്രദറെ ആയിരിക്കുന്നു വാങ്ങിച്ചതേ ഉള്ളൂ, കർത്താവേ കുറച്ചാണെന്ന് കൊതി തീർന്നൊന്ന് ഓടിച്ചാലോ. പക്ഷേ നമുക്കിവിടെ കിട്ടുന്ന ഏതിനേക്കാൾ ഉന്നതമായി പോവല്ലേ നമ്മൾ, ഇല്ലേ? ഇല്ലേ? എന്നാലോചിച്ച്, അയ്യോ നിങ്ങളുടെ മുഖത്ത് ആ പ്രസന്നത വന്നില്ല. ഇവിടുത്തെ ഏതിനേക്കാളും ഭയങ്കരമായൊരു പദവിയിലേക്കല്ലേ നമ്മൾ വരുന്നേ, ഇല്ലേ? തങ്ക സ്ഫടിക നിർമ്മിതമായ വീതിയിലൂടെ നടക്കുകയെന്ന്. ഈ റോഡിൽ കൂടെ നടന്ന് ഓടി നമ്മുടെ നടുവൊടിഞ്ഞില്ലേ എന്ന്. പക്ഷെ തങ്കം കൊണ്ടുണ്ടാക്കിയ സ്ഫടികം കൊണ്ടാക്കിയ തെരുവീതിയാന്ന്. അപ്പം പദവി മാറുമോ? ഒഞ്ഞ വഴിയിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ സ്തോത്രം അകത്ത് എന്തായിരിക്കും? നമുക്ക് വേണ്ടി വീടൊരുക്കിയില്ലേ? കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുകയാണ്, ഞാൻ പോയിട്ട് ഒരുക്കിയിട്ട് വരും, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തുവന്നത്. നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം വരട്ടെന്ന്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ഇവിടെ എന്ത് നഷ്ടപ്പെട്ടാലും ശരി നഷ്ടപ്പെടട്ടെ, ഇവിടെ എന്ത് പോയാലും പോട്ടെന്ന് കണ്ണു തുറന്നാൽ മതി. കണ്ണു തുറന്നാൽ ഇന്ന് പകൽ ഒരു വിടുതലുണ്ടാകും. ഇന്ന് വിഷാദങ്ങൾ മാറണമെങ്കിൽ, നിങ്ങളുടെ വേദനകൾ മാറണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളൂ. നിങ്ങളുടെ പേര് 1 കോടിയുടെ ലോട്ടറി അടിച്ചാൽ നിങ്ങളുടെ വിഷാദം മാറുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷെ കണ്ണു തുറന്നാലുണ്ടല്ലോ അയ്യോ വിളി മാറും, അയ്യോ വിളി മാറും. ഇവിടെ നോക്കിയാൽ അയ്യോ വിളി കൂടത്തേ ഉള്ളൂ. എനിക്കറിയാം, വാത്സല്യ അച്ചായന്മാർ പ്രായമുള്ള അച്ചായന്മാരുണ്ട്. അച്ചായ ഇന്ന് ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, പണ്ടത്തേനേക്കാളും ഇന്ന് ബുദ്ധിമുട്ട് കൂടിയോ കുറഞ്ഞോ? കൂടിയതേ ഉള്ളൂ. പണ്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വരുന്ന ആദ്യം എടുക്കുന്ന ഒരു വീടിനകത്താ, പിന്നെ അതിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു ഡെസ്ക് വെച്ച അടുക്കള, അതിൻ്റെ ഇപ്പുറത്ത് കട്ടിൽ, ഇവിടെ കൂളറ്, പിന്നെ എല്ലാത്തിനും ഞാൻ ആ പെട്ടിയെല്ലാം കൂടെ അടുക്കി ഒരു മൂലയ്ക്ക്, ഒരു മുറിക്കകത്ത. ഇപ്പം 3 മുറിയുണ്ടെങ്കിലും പറ്റത്തില്ല. എന്തോന്നറിയത്തില്ല. എനിക്ക് ഭയങ്കര തമാശ പറയാം നിങ്ങൾ, എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നിട്ടുണ്ട്. ഞാൻ സാധാരണ വീട്ടിൽ ജനിച്ചവനാണ്. അപ്പോൾ ഈ 25 പൈസയുടെ, അതായത് 4 അണയുടെ മുളകും മല്ലിയൊക്കെ വാങ്ങിക്കുമായിരുന്നു എൻ്റെ കൊച്ചിൽ. ഇപ്പം നമ്മൾ ചിന്തിക്കാൻ പോലും വയ്യ. ഇപ്പം 1 കിലോ വാങ്ങിച്ചാലും കണ്ണി പിടിക്കത്തില്ല. അന്ന് അത് കൊണ്ടുവന്ന് വറുത്തരച്ച് കറി വെച്ച ദിവസങ്ങളുണ്ട്, ഇല്ലേ? അതെന്നാ രസമായിരുന്നു, ഇല്ലേ? അന്നത്തെ ആ മീൻകറി എന്നാ പറയുക, എന്നാ രസമായിരുന്നു. കൊച്ചുങ്ങളെ നിങ്ങൾ സ്വപ്നം പോലും കണ്ടാൽ കിട്ടത്തില്ല ഇനി അത്. സ്തോത്രം, ഇല്ലേ? എന്നാ ടേസ്റ്റ് ആയിരുന്നു അറിയാം മോനെ. ഒറ്റ മീൻകറി മതിയായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ ടേബിളിൽ ചിക്കൻ ഇരിക്കുന്നു, മീൻ വറുത്തിരിക്കുന്നു, മീൻ വേവിച്ചിരിക്കുന്നു. പക്ഷേ അന്നത്തെ സ്വാദ് കിട്ടുന്നുണ്ടോ അച്ചായ? പറ. അതോ അതാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞ്. അപ്പൊ ഇന്ന് കൂടിയെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് സ്വാദ് കൂടിയോ, അല്ലെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ആനന്ദം വന്നോ? ഇന്ന് നോക്കി ആളുടെ മുഖത്ത് നോക്കിയാൽ എന്തൊക്കെയോ വിഷാദമല്ലേ, അല്ലേ? എന്നാ കാരണം എന്താ? ഇതെല്ലാം കാണുമ്പോഴോ അയ്യോ വിളി കൂടുക. ഇപ്പൊ അയ്യോ വിളി കൂടുന്ന ഒരു കാലമല്ലേ? നിങ്ങൾ ഏത് രീതിയിൽ ചിന്തിച്ചു? ഇപ്പൊ എന്തോ പറഞ്ഞാലും അയ്യോ വിളി. ആശുപത്രിയിൽ പോയ അയ്യോ വിളി കൂടും, ബാങ്കിൽ പോയ അയ്യോ വിളി കൂടും, പിന്നെ റിസൾട്ട് വരുമ്പോഴും കൂടുക. റിസൾട്ട് വന്ന് പക്ഷേ A+ ഒത്തിരി ഉണ്ടെങ്കിലും അടുത്തൊരു അയ്യോ വിളിയാ. ഇനി എന്തോ ചെയ്യും? അപ്പൊ ഇവിടെ പ്രവാചക ശിശുവിന്റെ അടുക്കൽ പറഞ്ഞു, ധൈര്യമായിരിക്കെ. സ്തോത്രം. ധൈര്യം ഭക്തൻ പറഞ്ഞാൽ മാത്രം പോരാ, ഉറവിടം കണ്ടെത്തുന്നവനാ. നോക്കണേ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് നിർത്തിയെന്തിനാണെന്നറിയാമോ? ഒരു കൂട്ടത്തെ ധൈര്യം പകരാനാ. നമ്മുടെ മേൽ ദൈവം കൊടുത്ത അഭിഷേകം എന്തിനാണെന്നറിയാമോ? പള്ളി വന്ന് 2 കടവട പറയുന്ന മാത്രമല്ലെന്നേ. എന്തെങ്കിലും പറഞ്ഞു ഒടുവിൽ ആരെങ്കിലും ബോധ്യപ്പെടുത്തുന്നല്ല. 2 ഉറച്ചൊരു മനസ്സുണ്ടായിരിക്കട്ടെ, ധൈര്യം പകരാൻ പ്രാപ്തി ഉണ്ടാകട്ടെ. നമ്മളിൽ പറഞ്ഞ അഭിഷേകം, അഭിഷക്തൻ പടക്കളത്തിൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ മേലൊരു അഭിഷേകമുണ്ട്, അത് ഇന്നലെ ഞാൻ കണ്ടതാ, കരടിയെ ഞാൻ വലിച്ചു കീറിയവനാ. ഇന്ന് എനിക്ക് ഈ മല്ലനെ അഭിമുഖീകരിക്കാൻ ദൈവം കൃപ തരും. നോക്കണേ, ആയുധധാരികളായ യോനാഥാനും ശൗലും കൊട്ടാരത്തിനകത്ത് കിടുകിട വരയ്ക്കുമ്പോ
ഒരു ബാലൻ അഭിഷക്തൻ അകത്ത് വന്നിട്ട് പുറത്ത് വന്ന് പടക്കളത്തിൽ വന്ന് പറയുക, അച്ചായന്മാര് പറഞ്ഞ് നീ പട കാണാൻ വന്നതാണെങ്കിൽ അല്ല, ദൈവം പറഞ്ഞല്ല, നീ അവൻ പടയ്ക്ക് വേണ്ടി വന്നവനാ. നിന്നെ കുറിച്ച് ആരും എന്തു പറയട്ടെന്ന്. നിന്നെ കുറിച്ച് പ്രാർത്ഥനക്കാരിയൊന്നോ അല്ലെ അങ്ങനെന്നോ ഇങ്ങനെന്നോ ഒക്കെ പറയട്ടെ, പക്ഷെ നിന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി ആണ് വലുത്. ചേട്ടന്മാര് പറഞ്ഞ എന്നാ പറഞ്ഞേ? ഞങ്ങൾക്കറിയാം നീ വട കാണാൻ വന്നാ, എങ്ങണ്ട് അപ്പൻ രാടിനെയൊക്കെ ഇട്ടിട്ട് വന്നതാ. പക്ഷെ ചേട്ടന്മാര് പറയുന്നതല്ലെന്ന് ദൈവം പറയുന്നത്. വീട്ടുകാർ പറയുന്നതല്ല ദൈവം പറയുന്നത്. നിന്നെക്കുറിച്ച് ഒരുവൻ വേറൊരുത്തനല്ല പറയുന്നത്. നിന്നെ ദൈവം കണ്ടത് ധൈര്യം കൊടുക്കാനാ, ഒരു സമൂഹത്തിന് ധൈര്യം കൊടുക്കാൻ, കുടുംബത്തിന് ധൈര്യം കൊടുക്കാൻ. പ്രിയ സഹോദരി, നിന്നെ ആ വീട്ടിലേക്ക് കെട്ടിച്ചോണ്ട് വന്നത് ആ വീടിന് ധൈര്യം കൊടുക്കാനാ. നീ പറയുന്ന വാക്കാ വീടിന് ധൈര്യം പകരാൻ പോകുന്നത്. നീ ഒരു സമൂഹത്തിന് ധൈര്യം കൊടുക്കാൻ ദൈവം കണ്ടെന്ന് ഇവിടെ പറഞ്ഞ എന്താണെന്നറിയാമോ? പറഞ്ഞു ധൈര്യമായിരിക്കെന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ദൗത്യമുണ്ട്, അതും പറയണം. എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പം പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ധൈര്യം കൊടുക്കാനൊക്കത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ധൈര്യം കൊടുക്കാനൊക്കത്തുള്ളൂ. സമ്പന്നന് ധൈര്യം കൊടുത്തിട്ടില്ല. ആരോഗ്യം കൊണ്ട് ധൈര്യം കൊടുക്കാനൊക്കത്തില്ല. അതെല്ലാം ക്ഷയിച്ചു പോകുന്നതാ. ധൈര്യം കൊടുക്കുന്ന ആരാന്നറിയാമോ? ദൈവവുമായി ബന്ധപ്പെടുന്നവനാ. ധൈര്യം കൊടുക്കുന്ന ആരാന്നറിയാമോ? ദൈവവുമായി ബന്ധമുള്ളവനാ. സ്തോത്രം. ഇനി നമ്മുടെ കുരുവാക്യത്തിലേക്ക് വന്ന് ഞാൻ എൻ്റെ വാക്ക് നിർത്താം. കുരുവാക്യം എന്താ പറഞ്ഞെന്നറിയാമോ? വായിച്ചേ. നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പീൻ. അവനോട് കൂടെ ഉള്ളവനും വലിയൊരുവൻ നമ്മോട് കൂടെ ഉണ്ട്. നോക്കിയേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമ്മുടെ കൂടെ ഒരുത്തനുണ്ട്. ആ പട്ടണം നിരോധിച്ചോട്ടെ, തടഞ്ഞു വെച്ചോട്ടെ, പക്ഷേ അവനോട് കൂടെ ഉള്ളതിനേക്കാളും വലിയൊരുവൻ നമ്മോട് കൂടെ ഉണ്ട്. എന്നിട്ട് അടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അവന് മാംസഭുജമേ ഉള്ളൂ. ഇല്ലേ? വായിച്ചാൽ അവനോടുകൂടെ മാംസഭുജങ്ങളേ ഉള്ളൂ. ഇനി അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ വളരെ ദൂരത്തൊക്കെ പോയി ജോലി എടുക്കുന്നവരുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ കേരളത്തിലുണ്ടാകാം, പലയിടങ്ങളിലല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾ സുഖമില്ലാതിരിക്കുന്നു. നമുക്ക് കൈ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ കയ്യെത്താ ദൂരത്തല്ല അവർ. പക്ഷേ നമുക്കറിയാം, അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ പോകുന്നതും ഈ മാംസഭുജങ്ങൾ പോകത്തില്ല. ഒക്കുവോ? അയ്യോ, ഞാൻ അമ്മയാണ്, എനിക്ക് എൻ്റെ കുഞ്ഞിന് ഇച്ചിരി വെള്ളം എണത്തി കൊടുക്കാൻ ഒക്കത്തില്ലല്ലോ എന്നൊരു വലിയ ഭാരം വരാം. പക്ഷേ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാ പറയുന്നുണ്ടെന്നറിയാമോ? ഞാൻ പോയില്ലെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ കൈ അവിടേക്ക് ചെല്ലും. ഞാൻ പോയില്ലെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ കൈ അവിടേക്ക് ചെല്ലും. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന മാതാവേ, നിന്റെ ധൈര്യമതാ. പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്റെ ധൈര്യമതാ. നീ ചെല്ലാത്തടത്ത് നിനക്ക് വേണ്ടി ചെല്ലുന്ന ഒരു കരമുണ്ടെന്ന്. ആ അദൃശ്യകരമാണ്. നോക്കിക്കേ, ആ കരത്തിന് യാതൊരു റെസ്ട്രിക്ഷനുമില്ല. ആ കരത്തിന് ഒന്നും തടഞ്ഞു വെക്കാനൊക്കത്തില്ല. നമുക്കറിയാം. ഞാനേക്ക് സ്തോത്ര തുടർന്ന് ദൈവം ശുശ്രൂഷിക്കാനായിട്ട് കത്തദാസനുണ്ട്. ഞാൻ ഇതൊന്ന് പറഞ്ഞിട്ട് പോവാം. നോക്കി, ഈ കരത്തിന് ആർക്കെങ്കിലും തടയാൻ ഒക്കുവോ? എന്നോട് ചേർന്നൊന്ന് വന്നാട്ടെ. ദൈവം ഒരു കാര്യം നിയോഗിച്ചാൽ, എനിക്ക് ഒത്തിരി വാക്യം വായിക്കണമെന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. സ്തോത്രം. ദൈവം ഒരു പ്രാവശ്യം നിയോഗിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏത് അടപ്പിനകത്ത് കിടന്നാലും, എവിടെ കൊണ്ടുവന്ന് അടച്ചിട്ടാലും, ചെന്നെത്താൻ കഴിയാത്ത ഏത് വഴിയിലാണേലും ദൈവം ചെല്ലുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുക അടുത്തിടത്തിട്ട്. നോക്കിയേ, സ്തോത്ര. അപ്പോസ്തല പ്രവൃത്തിയിലെ നമുക്ക് പത്രോസിനെ കാണാം, അല്ലേ? പത്രോസ് എവിടെയാണ്? കാരാഗ്രഹത്തിനകത്ത്, അറയ്ക്കകത്ത്, ഇരുട്ടുള്ളിടത്ത് കിടക്കുമ്പോൾ സ്തോത്ര, ദൈവം അവനെ വിടുവിക്കാൻ പദ്ധതി കിട്ടും. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി.
നമ്മ ഇങ്ങനെ വായിക്കുന്ന 12-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അറയ്ക്കകത്തൊരു വെളിച്ചം കണ്ടു. ആമേൻ, സ്തോത്രം. എന്നിട്ട് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി. ആമേൻ, സ്തോത്രം. എന്നിട്ട് നോക്കണേ, എന്ത് ആരും ചെല്ലത്തില്ലെന്ന് പറഞ്ഞിരുന്നിടത്ത് വിലാപ്പുറത്തെ ബന്ധനങ്ങൾ അഴിഞ്ഞു. എന്ത് നോക്കി, വിലാപ്പുറത്ത് തട്ടിയപ്പോൾ കൈയുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു. വേഗം എഴുന്നേക്കാൻ ശബ്ദം കേൾക്കുന്നു. നോക്കിക്കേ, ആരും വരാത്തടത്ത് പറയാൻ ഒരാൾ വരുമെന്നേ. ഇന്ന് എത്ര പേര് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും? അതെ, ആരും പറയാത്തടത്ത് പറയാൻ എനിക്കൊരു ദൈവ സാന്നിധ്യം വരും. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ മറുപടിയായി ഒരു ശബ്ദം ഞാൻ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ദൈവം ചിലരോട് സംസാരിക്കുക. പ്രാർത്ഥനയുടെ വിഷയത്തിന്റെ മേൽ ദൈവശബ്ദം കേൾക്കുമെന്ന് വിശ്വസിക്കുന്നവർ, അതെ, ആരും പറയാത്തത് പറയാൻ ദൈവം എൻ്റെ അടുക്കൽ വരും, എൻ്റെ കുഞ്ഞിൻ്റെ അടുക്കൽ വിടും, എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കൽ വിടും. ആ പ്രശ്നത്തിന് പരിഹാരം പറയാൻ, അതിന് മറുപടി പറയാൻ ദൈവത്തിന്റെ ശബ്ദം 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 പുറപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. ഓ യെസ്, യെസ്, യെസ്. ചില പ്രാർത്ഥനയുടെ മറുപടികൾ അത് ശബ്ദമായി വെളിപ്പെടുക. അതെ, ഇപ്പോൾ 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 ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളുകളായി പ്രാർത്ഥിച്ച ചില വിഷയത്തിന്റെ മേൽ ദൂരമേ മൈലുകൾക്കപ്പുറത്ത് ഒരു മറുപടി ശബ്ദം കേൾക്കുന്നു. ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നു. മാംസഭുജങ്ങൾക്ക് ചെല്ലാൻ കഴിയാത്തടത്ത് ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദം. ആത്മാവിൽ ചില വിടുതൽ കാണുകയാണ്. ദൈവാത്മാവിന്റെ ചില പദ്ധതികൾ വെളിപ്പെടുന്നു. നിശബ്ദമായിരിക്കുന്ന സമയമല്ല. ദൈവാത്മാവിൽ വിടുതലെടുത്തോട്ടെ. വിശ്വാസത്തോടെ പറയാമോ? ചില വിടുതൽ വ്യാപരിക്കുന്നു. പ്രതീക്ഷയില്ലാത്തടത്ത് ആ വിലാപ്പുറത്ത് തട്ടിച്ചാടി എഴുന്നേൽപ്പിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നു. നീ വട്ടം കാണത്തില്ലെന്ന് വിചാരിച്ചു, നിന്നെ വെളിച്ചം കാണിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചെടുത്തത്. ഈ വിഷയത്തിന്റെ മേൽ ഒരു മറുപടി ഉണ്ടാകത്തില്ലെന്ന് വെല്ലുവിളിച്ച വിഷയത്തിന്റെ മേൽ ഗ്ലോറി. യേശുവിന്റെ നാമത്തിൽ വെല്ലുവിളിക്കുന്ന, നിന്നെ വെളിച്ചം കാണത്തില്ലെന്ന് പറഞ്ഞ്, നിനക്ക് വിഷയത്തിന്റെ മേൽ മറുപടി തരത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച വിഷയത്തിന്റെ മേൽ ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കുന്നു. ദൈവപ്രവൃത്തിക്കായി ശബ്ദം കേൾക്കുന്നു. ഗ്ലോറി. മനുഷ്യഭുജത്തിന് വരാൻ കഴിയാത്തത്, മനുഷ്യന് വന്ന് ചെയ്തു തരാൻ കഴിയാത്തത് ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുക. എന്നാ പറഞ്ഞെന്നറിയാം? ശ്രദ്ധിച്ചേ, കരമുയർത്തുന്ന ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. മനുഷ്യ ശബ്ദം പോലും വരത്തില്ല. അതറിയാം, നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം വാതിലും 2-ാം വാതിലും കടന്നു, പിന്നെ പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിൽ സ്വയമേ തുറന്നു. ഒരു മനുഷ്യന് വരാനൊക്കാത്തടത്ത് എവിടെ വന്നെന്ന്, ആര് വന്നെന്നറിയാമോ? ദൈവശബ്ദം വന്നെന്ന്. ദൈവശബ്ദം വിലാപ്പുറത്ത് തട്ടിയപ്പോൾ, അവന്റെ ചങ്ങലകൾ കഴിഞ്ഞപ്പോൾ അവനോടൊന്ന് വേഗം എഴുന്നേക്ക്. നോക്കണേ,
മനുഷ്യന്റെ ഭുജത്തിന് വരാനൊക്കുമോ? ആമേ, രാജാവ് വിരുദ്ധമായിരുന്നു. ആമേ, ആമേ, നായകന്മാർ, ആമേ, നമുക്കറിയാം. ആമേ, പട്ടാളത്തിന്റെ 4 കാവൽ 3, ആമേ, 12 പേരെ കാവൽ വെച്ചേക്കുക. ആമേ, ഒന്നിന് ആമേ നിൽക്കുന്നു. പിന്നെ ആമേ, വാതിലുകൾക്ക് കാവൽ നിൽക്കുക. പക്ഷേ എവിടെ പോയി? ആമേ, മനുഷ്യന്റെ കരങ്ങൾക്ക് തടുക്കാൻ കഴിയാത്തൊരു ആമേ അതിശയമായ കരമുണ്ടെന്ന് ഹല്ലേലൂയ നാം കേട്ടതെന്നറിയാമോ? ഹിസ്കിയാവ് പറഞ്ഞതോടെ മനുഷ്യന്റെ കരത്തിന് എല്ലാവർക്കും തടക്കാം, പക്ഷെ തടുക്കാൻ കഴിയാത്തൊരു കരമുണ്ട്. അത് ദൈവത്തിന്റെ കരമാ. ഓ റിബല രബ രബ ചന്ദ്ര അടകൽ കനാദികൾ കനാദികക്ഷര. മനുഷ്യൻ പേടിക്കുന്ന മനുഷ്യന്റെ കരത്തെയാ. പക്ഷെ ഓർക്കണേ, മനുഷ്യന്റെ കരത്തെ ഞങ്ങൾ പേടിക്കാത്ത എന്താണെന്നറിയാമോ? ആമേ, ഞങ്ങളെ വിടുവിക്കുന്ന ഒരു അദൃശ്യ കരമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന്റെ കരത്തെ ഞങ്ങൾ പേടിക്കാത്ത കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങളെ വിടുവിക്കുന്ന ഒരു അദൃശ്യ കരമുണ്ട്. യെസ്. ഇവിടെ നിന്ന് ശ്രദ്ധിച്ചേ. ആമേ, പത്രോസ് ഇങ്ങനെ ആമേ ഒരു കരം തൊട്ടു. ആ കരമാണ് ദൈവത്തിൻ്റെ കരം. ആമേ, ഹിസ്കിയ രാജാവ് പറഞ്ഞെന്താ? മാംസഭുജങ്ങൾക്ക് പരിമിതി ഉണ്ടെന്ന്. അയ്യോ, കരയുന്ന അമ്മേ, നിനക്ക് നിന്റെ തലമുറയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാരമുണ്ട്. പക്ഷേ നിന്റെ കരത്തിന് കഴിയാത്തത് ദൈവത്തിന് ചെയ്യാൻ കഴിയും. ആമേ, ആമേ, ആമേ. ഭൗതിക വിഷയത്തിന് മേൽ ഭാരപ്പെടുന്ന പിതാവേ, നിനക്ക് കഴിയാത്ത ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നോക്കിക്കേ. പക്ഷെ നീ ധൈര്യത്തോടെ എഴുന്നേറ്റ് പറ, മോനെ, ദൈവം നോക്കിക്കൊള്ളും. ആമേ. എന്നിട്ട് മുഴങ്കാലും അടിക്ക. ആമേ, പ്രാർത്ഥന മുറിയിൽ പാവനിക്ക് പറ, ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഞാൻ പകർന്ന ധൈര്യം അത് പ്രവൃത്തി വരട്ടെ. യെസ്, അവിടെയാ. ആമേ, ആമേ. നമുക്കറിയാം, എലീശ പുരോഹിതൻ പറഞ്ഞ് ഞാൻ മിടുക്കനാന്ന് ആമേ പറഞ്ഞു നിർത്തുവല്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? കാര്യം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോയെന്ന്. ആമേ, ആമേ. കാര്യം പറയുന്നവനെ പോരാ, ആമേ, അതിൻ്റെ അപ്പുറത്ത് ധൈര്യം പകരുന്നു. നീ പറ, ആമേ, ആമേ. എന്താ പറഞ്ഞെന്നറിയാമോ? ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ളവനാ. അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലത് മാഞ്ഞും മഴ ഉണ്ടാകത്തില്ലെന്ന്. ആമേ. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ദൈവം ഒരു അധികാരം കൊടുത്തിട്ടുണ്ടെന്ന്. ആമേ. പ്രാർത്ഥനയ്ക്ക് തയ്യാറാണോ? ആമേ, നിന്റെ വായിൽ നിന്ന് ധൈര്യത്തിന്റെ വാക്ക് വരുമെന്ന്. പ്രാർത്ഥിക്കുന്നവന് ധൈര്യമുണ്ടെന്ന്. കാരണം അവൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യമാ. സ്തോത്രം. അപ്പൊ നമ്മുടെ വിഷയം എന്താണെന്നറിയാമോ? ആമേ, ഈ അവർക്കുള്ളത് മാംസഭുജമാ. നോക്കിയേ, മാംസഭുജങ്ങൾക്ക് എത്താൻ കഴിയാത്തടത്ത് ആമേ, അമ്മാച്ചന് ചെയ്യാൻ കഴിയാത്തത്, ഉപ്പാപ്പന് ചെയ്യാൻ കഴിയാത്തത്, അപ്പന് ചെയ്യാൻ കഴിയാത്തത്, ആമേ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്തു തരുന്ന ഒരു രാജാവുണ്ട്. ആമേ, ആ ദൈവം നമ്മുടെ കർത്താവാണ്. ആമേ, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. സ്തോത്രം. വിശ്വസിക്കേ, നമ്മെ കണ്ടിരിക്കുന്നത് ഒരു പ്രതിനിധിയായിട്ടാണ്. നിങ്ങളൊരു പ്രതിനിധിയായി ദൈവം നിങ്ങളെ കണ്ടെങ്കിൽ ധൈര്യത്തിൻ്റെ വാക്കുകൾ പറയണം. ആമേ, ധൈര്യപ്പെടുത്തണം. ആമേ, നമ്മൾ സാധാരണ എന്നാ ചെയ്യുന്നേ? ഇനി നമ്മുടെ കാര്യം ഒന്ന് പറയാം. സാധാരണ വർത്താനത്തിലേക്കൂടെ വരാം. എൻ്റെ ചായായി ഇന്നലെ രാത്രി ഈ കയ്യങ്ങ് ഒടിഞ്ഞു പോവുമായിരുന്നു. അയ്യോ ബ്രദറെ, സൂക്ഷിക്കണം, വലത്ത് കൈയല്ലേ. ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഒരാൾ കൈവയ്യ എന്ന് പറഞ്ഞ് 3-ാമത്തെ ദിവസം പുള്ളിക്ക് അറ്റാക്കായിരുന്നു. അച്ഛൻ്റെ കൈവേദന പോയി അകത്തോട്ട് കയറും, അത് ഹാർട്ട് അറ്റാക്ക് ആവും. ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെ? ഇവിടെ ഇല്ലായിരിക്കും. അമ്മമ്മയോട് പറയും നടുവേദനയാന്ന് പറഞ്ഞാൽ പറയും, ഇനി മേലെ എഴുന്നേക്കത്തില്ല അമ്മാമ്മ. ഞങ്ങളുടെ പടിയിറ്റയിലെ ഒരു അമ്മാമ്മയ്ക്ക് നടുവേദന വന്ന് തളർന്നു കിടക്കുക. ഇപ്പം ഈ അമ്മാമ്മ പിറ്റേ ദിവസം തൊട്ട് കളരും. പക്ഷെ നമ്മൾ പറയേണ്ടത് എന്നാന്ന് പറയുന്നത്, അച്ഛ കൈവേദനയാണെങ്കിൽ ദൈവം സൗഖ്യമാക്കത്തില്ലേ? കൈവൊക്കിട്ടുണ്ട് അല്ലെങ്കിൽ പറ കൊടയാ. അച്ഛൻ 2 കൈയും കുടഞ്ഞ് സുഖമായിട്ട് പോകും. പക്ഷേ അധൈര്യപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞാലോ? നമ്മളെ ദൈവം ഭീരുക്കളായിട്ടല്ല തിരഞ്ഞെടുത്തത്.
നമ്മളെ ധൈര്യശാലികളായി ദൈവം കണ്ടു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് അറിയപ്പെടുന്നത് നമ്മുടെ വായിൽ നിന്ന് ധൈര്യം പുറപ്പെടണം. ആമേ, നിങ്ങൾ എന്നാ പറഞ്ഞ് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കെ. അപ്പം ദൈവത്തിൽ നാം ആയിരിക്കുന്നിടത്ത് ദൈവം നമ്മെ ഒരു പ്രതിനിധിയാക്കിയാണ് വെച്ചേക്കുന്നത്. ദൈവത്തിൻ്റെ വായാക്കി വെച്ചേക്കുകയാണ്. പറഞ്ഞാൽ മാത്രം പോരാ. ഒരുവൻ നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ അയൽക്കാർ നിങ്ങളുടെ അടുക്ക് വന്ന് 100 പ്രശ്നങ്ങൾ വന്നേക്കാം. പക്ഷേ അവരോട് പറ, ദൈവം നിനക്കൊരു പ്രശ്നത്തിന് പരിഹാരം തരും. എന്നിട്ട് അതുകൊണ്ട് തീരുന്നില്ല ദൗത്യം. അവന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കാമോ, അവൻ്റെ വിടുതൽ കാണാനിടയാകും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് മേൽ നിങ്ങൾ മറ്റുള്ളവരെ പോലെ നിരാശയുടെ വാക്ക് പറയാതെ, ഭീതിപ്പെടുത്തുന്ന വാക്കുകൾ പറയാതെ, ധൈര്യത്തോടെ പറഞ്ഞിട്ട് തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കാമോ, ദൈവം നിന്റെ വീടിനകത്തൊരു അത്ഭുതം ചെയ്യും. അത് ദൈവസഭയുടെ ഭിന്നതയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിനെ കുറിച്ചോ പറഞ്ഞു വരുന്നവരോട് പറയില്ല. സഭ ദൈവത്തിൻ്റെതാ. ദൈവം ദൈവസഭയെ പണിയും. ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ആരുണ്ട്? ദൈവം നോക്കിയ. ഇതാരുടെയും കുത്തകയല്ലെന്ന്, ഇത് ദൈവത്തിന്റെ സഭയാ. ഇവിടെ മത്സരികൾക്ക് സ്ഥാനമില്ലെന്ന്. ഇവിടെ പ്രാർത്ഥന മനുഷ്യരെ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കും. ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ആര് ധൈര്യത്തോടെ നിൽക്കുമോ? വാക്കു പറയുന്നതിനപ്പുറത്ത് മുഴങ്കാലിൽ നിൽക്കാൻ ആരുണ്ട്? ദൈവത്തിനായി നിൽക്കാം. നാം ആയിരിക്കുന്നിടത്ത് ചഞ്ചലപ്പെടരുത്. ധൈര്യത്തോടെ പറയണം, ദൈവം എന്നോട് കൂടെ ഉണ്ട്. മോളെ, ദൈവം നമ്മളോട് ഉണ്ട്. മോനെ, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒരാളെ ധൈര്യപ്പെടുത്താൻ കഴിയട്ടെ. നമ്മുടെ ദൈവത്തെ പോലെ വലിയവർ വേറെ ആരുമില്ല. അതെ, ഈ പകൽ നമുക്ക് ഈ ദൈവത്തിൽ ആശ്രയിക്കാം. അവങ്കിലേക്ക് നോക്കിയവര് പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ലെന്നേ. ആമേ, എളിയവർ നിലവിളിക്കുമ്പോൾ സകല കഷ്ടങ്ങളിൽ നീ യഹോവ അവരെ വിടുവിക്കും. വിടുവിക്കുന്നൊരു നല്ല കർത്താവുണ്ട്. ഈ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആമേ, ധൈര്യപ്പെടാം. ഏറ്റവും വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേ. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ദൈവവചനത്തിൽ നിന്ന് ഞങ്ങളോട് പറയപ്പെട്ട സമയത്ത് തന്നെ മീറ്റിംഗ് നിർത്തും. ദൈവവചനത്തിന് ശുശ്രൂഷിക്കും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്തദാസൻ ദൈവവചനം ശുശ്രൂഷിക്കും.